ഇന്ന് പറയാൻ പോകുന്നത് പച്ചക്കറിക്ക് പറ്റിയ 2 കാര്യങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്താൽ നല്ല ഗുണമായിരിക്കും തൈകൾക്ക്. ആദ്യമായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. വെളുത്തുള്ളി അരിഞ്ഞ് ഒരു ഗ്ലാസ്സിലിട്ട് അതിലൊരു വെള്ളമൊഴിച്ച് ഒരു നൈറ്റ് വെക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് കളർ മാറി കിട്ടും വെള്ളത്തിന്. പിന്നെ അതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് 1 ടീസ്പൂൺ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊഴിച്ച് നന്നായി ഇളക്കണം. അടുത്തത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളവും നമ്മൾ കുറച്ചൊഴിച്ച് 3 കൂടി നന്നായി ഇളക്കണം. ഈ കഞ്ഞിവെള്ളവും ഡിഷ് വാഷും നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ അടിയിലൊക്കെ നന്നായി സ്പ്രേ ചെയ്താൽ അവിടെ പറ്റി പിടിച്ചിരുന്നോളൂ. അപ്പോൾ വെള്ളീച്ചയും അതുപോലെ മറ്റ് പ്രാണികളും ഒന്നും വന്ന് ഇരിക്കത്തില്ല. ഇത് നമ്മൾ വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തെളിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ നിലത്ത് വെച്ച് കഴിയുമ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം അടിച്ചു കൊടുക്കണം. എപ്പോഴും നമ്മൾ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വെള്ളീച്ചയുടെ ശല്യം കുറയും ചെയ്യും. ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വെർമി വാഷാണ്. വെർമി വാഷ് നമ്മൾ ഉണ്ടാക്കുന്നത് വെർമി കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. വെർമി കമ്പോസ്റ്റ് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു കിഴി കെട്ടി 2 ദിവസം വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വെർമി വാഷ് കിട്ടുന്നത്. ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വെർമി വാഷ് എപ്പോഴും നല്ലതാണ്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ 250 ml വെർമി വാഷ് എടുത്തിരിക്കുന്നത്. 2 ലിറ്റർ വെള്ളവും. അപ്പോൾ ഈ 2 ലിറ്റർ വെള്ളം ഒഴിച്ച് അതിലേക്ക് വെർമി വാഷ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കലക്കിയെടുക്കണം കേട്ടോ. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് വെർമി വാഷിൽ. അതുകൊണ്ട് ഇത് എപ്പോഴും നല്ലതാണ് തൈകൾക്ക് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ വെർമി വാഷ് എപ്പോഴും ഇതിൻ്റെ ചുവട്ടിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് 2 ഗുണമുണ്ട്. ഇത് വെർമി വാഷ് ഒഴിച്ചു കൊടുക്കുമ്പോൾ വളം കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്ത് വലുതാവുകയും. പിന്നെ നമ്മുടെ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളീച്ച ശല്യം ഉണ്ടാവുകയുമില്ല. അപ്പോൾ നമുക്ക് 2 ഗുണവും കിട്ടും. പിന്നെ നമുക്ക് ഈ വെർമി വാഷ് ഇതുപോലെ വലിയ തൈകളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ മഴയായില്ലോ, മഴക്കാലത്ത് പുല്ല് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി. അപ്പോൾ നമ്മുടെ കാന്താരി, വെള്ളക്കാന്താരിയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ വെള്ളക്കാന്താരിയും അതുപോലെ പച്ചമുളകും ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി വെടുപ്പാക്കിയിട്ട് വേണം വെർമി കമ്പോസ്റ്റൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയ വഴുതനയാണ് കാണിച്ചു തന്നത്. പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. പുല്ല് വലുതായ കാരണം നമുക്കിത് കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഇത് കണ്ട, ഇതിൻ്റെ ഉള്ളിലൊക്കെ പച്ചമുളകാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ വെർമി വാഷാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെർമി വാഷ് ഒഴിക്കാൻ വേണ്ടി ഇതൊക്കെ വൃത്തിയാക്കി നമ്മുടെ പുല്ലൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തൈകൾ വെക്കാനുണ്ട്. ഈ മഴക്കാലത്ത് നമുക്ക് വെക്കാവുന്ന തൈകളാണ് വെണ്ട, വഴുതന, മുളക്. ഇതൊക്കെ നമുക്കിപ്പോൾ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി വൃത്തിയാക്കിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് വെക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്യൂഡോമോണസ് ഇട്ട് ഇതുപോലെ വഴുതന തൈ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വെർമി വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മറ്റു വളങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.